നമ്മുടെ നല്ലവനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള കരങ്ങൾ ഇതുവരെ നമ്മെ അത്ഭുതകരമായിട്ട് നടത്തി. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയിരുന്നതൊക്കെ കുറവ് കൂടാതെ തന്നു. നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കി. നമ്മുടെ ഭീതിതമായ അനുഭവങ്ങളിൽ ദൈവം നമുക്ക് ധൈര്യം പകർന്നു, ആശ്വാസം തന്നു. സ്തോത്രം. മാത്രമല്ല, പലപ്പോഴും മറ്റനേകരെ ആശ്വസിപ്പിക്കുവാനായിട്ടും ദൈവം നമുക്ക് കൃപ നൽകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്നതിനാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും യേശുവിൻ്റെ സാക്ഷികളായി വിളിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും വിശുദ്ധന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ സകല ഭാരങ്ങളും ചുമക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ടല്ലോ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞവരായി സ്വാതന്ത്ര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. സ്തോത്രം. ഈ കഷ്ടങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പോലെയുള്ള കഷ്ടതകൾ, ഉപദ്രവങ്ങൾ, നഷ്ടങ്ങൾ ഒക്കെ, അപമാനങ്ങൾ, നിന്ദകൾ എല്ലാം സഹിക്കുവാൻ ദൈവജനത്തെ പ്രേരിപ്പിക്കുന്നത്, സ്തോത്രം, പുറകോട്ട് നോക്കിയാൽ ക്രിസ്തു സഹിച്ച കഷ്ടതകളും മുമ്പോട്ട് നോക്കിയാൽ വരുവാനുള്ള മഹത്വവും തേജസ്സുമാണ്. സ്തോത്രം. ആവർത്തിക്കുന്നു. ഈ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ഉപദ്രവങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ ഒക്കെ, സ്തോത്രം, അനുഭവിക്കുവാൻ, വെറുതെ അനുഭവിക്കുകയല്ല, പിന്നെ സന്തോഷത്തോടെ അനുഭവിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പുറകോട്ട് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്തോറും നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുവീൻ എന്ന് നമ്മൾ കാണുന്നു. സ്തോത്രം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്തോറും നമ്മൾ സന്തോഷിച്ചുകൊള്ളുവീൻ. സ്തോത്രം. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ ഇതേ സംബന്ധിച്ചാണ് കർത്താവിൻ്റെ ദാസൻ പറയുന്നത്. കഷ്ടത, സഫറിങ് എന്നുള്ളതാണ് 1 പത്രോസ് ആ പുസ്തകത്തിൻ്റെ തന്നെ പ്രധാന ചിന്താവിഷയം. സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിലെ സഹോദരങ്ങൾക്ക് ഓർമ്മ കാണും, 1-2 ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ ആ പുസ്തകത്തിൽ നിന്ന് പഠിക്കുകയുണ്ടായി. ഏതാണ്ട് 16 പ്രാവശ്യം സഫറിങ് എന്ന് പത്രോസ് ഉപയോഗിക്കുന്നുണ്ട്. 16 times. അതിൽ 6 പ്രാവശ്യം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളെ പറ്റിയാണ്. ബാക്കിയുള്ള 10 പ്രാവശ്യം ദൈവമക്കളായ നാം ക്രിസ്ത്യാനികൾ സഹിക്കേണ്ട കഷ്ടതകളെ കുറിച്ച്. സ്തോത്രം. അപ്പം യേശുക്രിസ്തുവിൻ്റെ അതേ ഭാവം നാം കഷ്ടം അനുഭവിക്കുന്ന വിഷയത്തിലും ധരിക്കണം എന്ന് പത്രോസ് നമ്മെ ആവർത്തിച്ച് ഉപദേശിക്കുന്നു. സ്തോത്രം. 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 1 Peter 4:12. Beloved, do not be surprised at the fiery trial when it comes upon you to test you, as though something strange were happening to you. Next verse also. But rejoice in so far as you share Christ's suffering, that you may also rejoice and be glad when his glory is revealed. Praise God. Hebrews 12:2 also we know. എബ്രായർ 12:2 മുതൽക്കുള്ള വാക്യങ്ങളും നമുക്കറിയാം. കഷ്ടത സഹിക്കുന്ന ദൈവസഭയോട്
പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ കൂടെ പറയുന്നത് പുറകോട്ടൊന്ന് നോക്കാൻ. പുറകോട്ട് നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? പാപം ഇല്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപികളോട് വേർപെട്ടവൻ. സ്തോത്രം. പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപികളായ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട് അതിദാരുണമായ മരണം വരിക്കുന്നതാണ്, കഷ്ടത സഹിക്കുന്നതാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ പാപികളായ മനുഷ്യർ അനുഭവിക്കേണ്ട നരകയാതനകൾ ക്രൂശിൽ അനുഭവിക്കുന്നതാണ് നാം കാണുന്നത്. ക്രൂശിതനായ മശിഹ, അത് നമുക്ക് പ്രേരണയാണ്. സ്തോത്രം. ക്രിസ്ത്യാനികൾക്ക് കഷ്ടം സഹിക്കുന്നതിനുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രേരക ഘടകങ്ങളിൽ ഒന്ന് പിറകിൽ നമ്മൾ കാണുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശാണ്. സ്തോത്രം. കൂടുതൽ അതിനെക്കുറിച്ച് വിവരിക്കേണ്ടതില്ലല്ലോ. രണ്ടാമത്, ഈ കഷ്ടതകളെല്ലാം സഹിക്കുവാൻ, അതും മൗനമായി സഹിക്കുവാൻ, സ്തോത്രം, നമ്മെ പ്രേരിപ്പിക്കുന്നത് മുമ്പോട്ട് നോക്കി ക്രൗൺ, സ്തോത്രം, കിരീടം, വരുവാനുള്ള മഹത്വം. സ്തോത്രം. So these are the two major elements that empower us to endure sufferings for Christ. One is when we look back, then we can see the crucified Christ, the innocent Lamb of God, the sinless man who was born without sin, who lived without sin, who did no sin, who knew no sin, who was separated from sinners, as Hebrews 7:26 says. But he was without any personal reasons hanging, bleeding, and dying on the cross. Stotra. And the second factor is when we look forward, when we look ahead, we can see the crown. Look back, the cross. Look ahead, the crown. The crown Jesus was crowned with. The crown the victors will receive. The crown we ourselves will share with Christ. ഈ രണ്ട് ഘടകങ്ങൾ, സ്തോത്രം, എപ്പോഴും നമ്മെ നയിക്കണം. അതിൽ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇവിടെ വെളിപ്പാട് 21 22 വാക്യങ്ങളിൽ അധ്യായങ്ങളിൽ ചിന്തിക്കുന്നത്. സ്തോത്രം. വെളിപ്പാട് പുസ്തക പഠനം വിട്ടിട്ട് നമ്മൾ പത്രോസിലേക്ക് പോയില്ല. എന്നാൽ ഇതെന്ന് പറയാൻ വേണ്ടി അവിടെ അത്ര ഒന്ന് ഒരുക്കി കൊണ്ടുവന്നേ ഉള്ളൂ. സ്തോത്രം. ഏറെ കഷ്ടതകൾ നാം സഹിക്കേണ്ടി വരും, അന്യായമായി നാം സഹിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വളരെ വേദന തോന്നും കേട്ടോ. അന്യായമായി വേദന, നിന്ന, കഷ്ടം, നഷ്ടമൊക്കെ സഹിക്കാനാണ് നമുക്ക് വളരെ പ്രയാസമുള്ളത്. സ്തോത്രം. അന്യായമായി ചിലപ്പോൾ അപ്പോഴൊക്കെ നമ്മുടെ ചോര തിളയ്ക്കും, അല്ലേ? നമ്മുടെ രക്തം തിളയ്ക്കും. സ്തോത്രം. പ്രിയരെ, അപ്പോഴും ആ കഷ്ടതകളുടെ നടുവിലും നമ്മൾ എവിടേക്ക് നോക്കണം? മുമ്പോട്ട് നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും?
നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് കാണാൻ സാധിക്കും. സ്തോത്രം. If we look forward, look ahead, we can see the glory, the majesty that is to be revealed in us. സ്തോത്രം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്. സ്തോത്രം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്. അതേ സംബന്ധിച്ച് നമ്മൾ വായിക്കാറുള്ള രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ടല്ലോ. സ്തോത്രം. ഒന്ന് 2 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ അധ്യായം. സ്തോത്രം. അതിൻ്റെ 16 മുതൽക്കുള്ള വാക്യങ്ങളാണ്. 2 Corinthians chapter 4 verses from 16. There are two major portions this is reminded with. One is 2 Corinthians 4:16 following. 4:16 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. സ്തോത്രം. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. How is it in English? 18th verse. While we look not at the things which are seen, but at the things which are not seen. For the things which are seen are temporal, but the things which are not seen are eternal. Hallelujah. It's very, what do you say, funny കാണാത്തതിനെ